നിങ്ങൾ അവനോട് കൂടി സഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനോട് കൂടി വാഴും. ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഒരു വചനമാണത്. അവനോടുകൂടി മരിക്കുന്നെങ്കിൽ, അവനോടുകൂടി സഹിക്കുന്നെങ്കിൽ, അവനോടുകൂടി വാഴാൻ നമുക്ക് കഴിയും. മദർ തെരേസ പറയുന്ന മനോഹരമായ ഒരു ചിന്തയുണ്ട്. സൗത്ത് ആഫ്രിക്കയിലുള്ള മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സിൻ്റെ എയ്ഡ്സ് രോഗികളുടെ ഒരു സെൻ്ററാണ് ഇടം. മദർ വിസിറ്റിന് വേണ്ടി ചെന്നതാണ്. അവിടെ ഒരു 28കാരനുണ്ട്. കട്ടിലിൽ കിടപ്പാണ് അയാൾ. 26 വയസ്സ് വരെയും തെരുവിലാണ് അവൻ ജീവിച്ചത്. അവൻ ചെയ്യാത്ത പാപങ്ങളൊന്നുമില്ല. പാപങ്ങളുടെ ഫലമായി ഒരു എയ്ഡ്സ് രോഗിയായിട്ട് അയാൾ മാറിയതാണ്. 10-30 വർഷങ്ങൾക്ക് മുമ്പ് അധികം ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഒരു എയ്ഡ്സ് രോഗി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് മറ്റെല്ലാ രോഗങ്ങളും ജീവിതത്തിലേക്ക് വലിച്ചു വയ്ക്കുന്ന ഒരാൾ തന്നെയാണ്. മദർ അവൻ്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്ത് ചെയ്യുക? അവൻ്റെ മറുപടി ഇതാണ്, അമ്മേ ചിലപ്പോൾ സഹിക്കാൻ കഴിയാത്ത തലവേദനയുണ്ട്. അപ്പോൾ ഞാൻ ഈശോയോട് പറയും, ഈശോയെ നിൻ്റെ മുൾമുടിയോട് ചേർത്ത് ഞാനിത് കാഴ്ചവെക്കുന്നു. ചിലപ്പോൾ ദേഹം മുഴുവനും ഫംഗസ് ഇൻഫെക്ഷൻ വന്ന് പൊട്ടി അളിയും. ഞാൻ ഈശോയോട് പറയും, ഈശോയെ നിൻ്റെ ചമ്മട്ടി അടിയോട് ചേർത്ത് ഞാനിത് കാഴ്ചവെക്കുന്നു. ചിലപ്പോഴൊക്കെ നല്ല ചുമയും നെഞ്ചുവേദനയും ഉണ്ടാവും. ഞാൻ ഈശോയോട് പറയും, നിൻ്റെ കുത്തി തുളയ്ക്കപ്പെട്ട നെഞ്ചിനോട് ചേർത്ത് ഞാനിത് കാഴ്ചവെക്കുന്നു. കണ്ണീരോടെ മദർ പറയുക, ഇതാ ഒരു വിശുദ്ധൻ. ജീവിതത്തിലെ എല്ലാ പാപങ്ങളിലൂടെയും അവൻ കടന്നുപോയതാണ്. പക്ഷേ എന്ന് അവൻ്റെ സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് അവൻ ചേർത്ത് കാഴ്ചവെക്കാൻ തുടങ്ങിയോ, എന്ന് ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യരോടുള്ള സ്നേഹവും അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കടന്നു വന്നോ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ ദൈവത്തെയും ചുറ്റുമുള്ള മനുഷ്യരെയും അവൻ സ്നേഹിച്ചു തുടങ്ങിയോ? അന്ന് തൊട്ട് അവനെ ജീവിക്കുന്ന വിശുദ്ധയെന്ന് നമ്മളൊക്കെ വിളിക്കുന്ന മദർ തെരേസ വിളിക്കുന്നത് ഇതാ ഒരു വിശുദ്ധൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധി എന്നത് ഈ ഒരു അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. ശരീരത്തിൽ സഹിച്ചവൻ പാപത്തോട് വിട പറയുന്നു. അർത്ഥം ഇതാണ്, കടന്നു പോകുന്ന ചില സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ വിമലീകരിക്കപ്പെടുന്നത്. നമുക്ക് ചില ഭക്ഷണ സാധനങ്ങളോട് ഒത്തിരി ഇഷ്ടമുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില TV സീരിയലിനോടാവാം, ചിലപ്പോൾ ചില പാട്ടുകളാവാം, ചിലപ്പോൾ ചില കോളുകൾ, ചില ബന്ധങ്ങളാവാം നമുക്ക് കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ഒന്ന് ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് ഒന്ന് മാറ്റിവെച്ച് നോക്കിയേ, നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അഗ്നി ഇറങ്ങി വരുന്നത്, നിങ്ങൾ വിമലീകരിക്കപ്പെടുന്നത്, നിങ്ങളുടെ ജീവിതങ്ങളൊരു അനുഗ്രഹമാകുന്നത്, നിങ്ങളുടെ തലമുറകൾ ഭൂമിയുടെ അതിർത്തികൾ വരെ അനുഗ്രഹമായി തീരുന്നത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. നിങ്ങൾ അവനോടുകൂടി സഹിച്ചുവെങ്കിൽ നിങ്ങൾ അവനോടുകൂടി വാഴും. ക്രൈസ്തവ ചരിത്രം അവനോടുകൂടി സഹിച്ച അനേകരുടെ ചരിത്രമാണ്. അതിൽ കരിപോലെ കറുത്ത ജോസഫൈൻ ബെക്കീത്തയുണ്ട്. വെളുത്ത് ചുമന്ന ലിമയിലെ റോസുണ്ട്. ഭൂമി കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിൽ ഒരുവനായ തോമസ് അക്വിനാസ് ഉണ്ട്. മണ്ടൻ മന്ദബുദ്ധി എന്ന് എല്ലാവരും വിളിച്ചിട്ടുള്ള ജോസഫ് കുപ്പർത്തീനോ ഉണ്ട്. 110 വയസ്സ് വരെ ജീവിച്ചിരുന്നവരുണ്ട്. 9-ാം വയസ്സിൽ മരിച്ചു പോയവരുണ്ട്. വലിയ സമ്പന്നരുണ്ട്, കൊടിയ ദാരിദ്ര്യമുള്ളവരുണ്ട്. ഒരു പാപം പോലും ചെയ്തിട്ടില്ല എന്ന് മരണസമയത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും കൊച്ചു ത്രേസ്യയെയും അൽഫോൻസോമയെ പോലെയുള്ള മാരക വിശുദ്ധരുണ്ട്. എല്ലാ പാപത്തിലും വീണുപോയിട്ടുള്ള അഗസ്റ്റിനെയും മേരി മഗ്ദലനെയും ഈജിപ്തിലെ മറിയത്തെയും പോലെയുള്ള അനേകരുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, അവനോട് ഹൃദയം ചേർത്ത് വയ്ക്കുന്നുണ്ടോ? അവൻ്റെ സ്നേഹത്തിന്
നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുന്നുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും നല്ല നോവൽ എന്ന് വിളിക്കപ്പെടുന്ന 7 ചുവടുകളിൽ ഇങ്ങനെ ഒരു താരാശങ്കർ വന്ദ്യോപാധ്യായ പറയുന്ന ഒരു വാക്യമുണ്ട്. വിശുദ്ധി എന്നത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ എൻ്റെ മുഖം തിരിച്ചു വയ്ക്കുമ്പോൾ എൻ്റെ മുഖത്ത് കാണപ്പെടുന്ന പ്രകാശമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കത് സ്വന്തമാക്കാം. ഗോഡ് ബ്ലെസ് യു.